എന്തായിരിക്കും റബീഉൽ അവ്വൽ 12 ദിവസം മുത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിലെ രംഗം? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന്റെ വേദന സഹിക്കവയ്യാതെ അസ്വസ്ഥനാകുമ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്, വേദന സഹിക്കണത്. റസൂലുള്ള വേദന ഇങ്ങനെ മാനേജ് ചെയ്യണത് കണ്ടിട്ട് സഹിക്കാഞ്ഞിട്ട്. അപ്പോ റസൂലുള്ളാഹി മോളോട് പറയുന്നുണ്ട്, മോളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ നിന്റെ ഉപ്പാക്ക് മോളെ പിന്നെ ഒരു വേദനയില്ല. ഒരുപാട് വേദനകൾ പേറി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അദ്ദേഹം കരഞ്ഞ രംഗങ്ങളുണ്ട്. റസൂലുള്ളാഹിയെ കരയിപ്പിച്ച കാര്യങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് അങ്ങനത്തെ വിഷയങ്ങൾ ഹദീസിന്റെ കാര്യങ്ങൾ ക്രോഡീകരിച്ച പുസ്തകങ്ങളുണ്ട്. റസൂലുള്ളാഹി ചിരിച്ച നിമിഷങ്ങൾ എന്ന് പറഞ്ഞ് ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ വായിച്ചാൽ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേദനകൾക്ക് വേണ്ടി അവിടുന്ന് കരഞ്ഞത് വളരെ അപൂർവമാണ്. ഒക്കെ ഉമ്മത്തിന് വേണ്ടിയാണ് കരഞ്ഞത്, അല്ലേ? ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ നേരമാണ്. ആ വഫാത്തിന്റെ നേരത്ത് ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുന്നു, അന്തിമോപദേശങ്ങൾ കൊടുക്കുന്നു. എന്താ? അസ്സലാ അസ്സലാ അസ്സലാ, നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ബോധം വരുമ്പോഴൊക്കെ തൊട്ടു മുന്നത്തെ രാത്രി പ്രവാചകൻ ചോദിക്കുക, എവിടെ? നിസ്കരിച്ചില്ലേ? നബിയെ, നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. അബൂബക്കറിനെ വിളിപ്പിക്കും. അബൂബക്കർ സിദ്ദീഖ് വരുന്നു. അദ്ദേഹത്തോട് കണിശമായ ഭാഷയിൽ പറഞ്ഞപ്പോ അദ്ദേഹം നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നു. ബോധം വന്നപ്പോ വിരിമാറ്റി നോക്കി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിരിമാറ്റി നോക്കിയപ്പോഴതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായം നമസ്കരിക്കുന്നു. റസൂലുള്ളാഹി പുഞ്ചിരിച്ചു, വിരിയടച്ചു. ആർക്കും മനസ്സിലായില്ല ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലാണ് ആ വിരി തൂക്കിയത്. അവസാനത്തെ നിസ്കാരം അതായിരുന്നു, അല്ലേ? അപ്പോ റസൂലുള്ളാഹിയുടെ വീട്ടിൽ കണ്ണുമലക്കുന്ന റസൂലുള്ളാഹിയെ കണ്ട് അസ്വസ്ഥമായി കണ്ണീർ വാർക്കുന്ന പ്രവാചകന്റെ സ്വഹാബത്ത് അവരാഘോഷിക്കുകയായിരുന്നില്ല, അവര് തർക്കിക്കുകയായിരുന്നു. ഉമർ റളിയല്ലാഹു വാളെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന റിജാലൻ മിനൽ മുനാഫിഖീന യസ്ഉമൂൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് ചില മുനാഫിക്കുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന സഹാബത്ത് മുനാഫിക്കുകളാണ് എന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം രംഗത്ത് വന്നു. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത് വലാകിൻ ദഹബ ഇലാ റബ്ബിഹി കമാ ദഹബ മൂസ ബിൻ ഇമ്രാൻ. ഇമ്രാന്റെ പുത്രൻ മൂസ അലൈഹിസ്സലാം തോറ വാങ്ങാൻ വേണ്ടി പോയതുപോലെ പോയതാണ് എന്റെ പ്രവാചകൻ. എന്റെ പ്രവാചകൻ മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഇന്നീ ലഉഖത്തിഉ, ഞാൻ അവരെ കൈയും കാലും വെട്ടിനുറുക്കും എന്ന് പറഞ്ഞ അദ്ദേഹം വിപ്ലവം പ്രഖ്യാപിച്ച് സ്വഹാബത്ത് ചേരി തിരിഞ്ഞ് കണ്ണീർ വാർത്ത് തർക്കത്തിൽ ഏർപ്പെടുന്ന നേരമാണ് മുസ്ലിം സമുദായമേ നിങ്ങൾ ആഘോഷിച്ചത്. നിങ്ങൾ സൈനിക വേഷം ധരിച്ച് രംഗത്ത് വന്നത്, നിങ്ങൾ ഉണ്ണി മുഹമ്മദിനെ സ്ഥാപിച്ചത്, നിങ്ങൾ പള്ളികൾ അലങ്കരിച്ചത്, നിങ്ങൾ വീട്ടുമുറ്റത്ത് നിന്ന് മാർച്ച് പാസ്റ്റ് ചെയ്തു വന്നവർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തത്, വാപ്പയും വാപ്പാന്റെ വാപ്പയും ഒക്കെയായി ഈ ഗേറ്റിംഗ് നിന്ന് അങ്ങനെ കൊടുത്ത ചരിത്രമുണ്ട്. അത് ഞാനും പാലിക്കട്ടെ എന്ന് ചില കുടുംബങ്ങളൊക്കെ തീരുമാനിച്ചത്, ആഘോഷിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമല്ല, മരണദിനമാണ് എന്നത് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം.